പ്രിയമുള്ള സുഹൃത്തുക്കളെ, മനുഷ്യൻ സ്വതന്ത്രരായിട്ടാണ് ഭൂമിയിൽ ജനിക്കുന്നത്. അവന് കൈവിലങ്ങുകളില്ല, ചങ്ങലകളില്ല, എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു ബന്ധനങ്ങളുമില്ല, ഒരു സംശയവുമില്ല. സ്വതന്ത്രരായി ജനിക്കുന്ന നമ്മൾ സ്വതന്ത്രരായി തന്നെ ജീവിക്കുകയും ചെയ്യണം. അവിടെ മതത്തിന്റെ കെട്ടുപാടുകൾ ഉണ്ടാകാൻ പാടില്ല. മതത്തില് നമ്മുടെ ജീവിതവുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതായത് ഓരോ മനുഷ്യന്റെയും സ്വകാര്യതകളാണ് ദൈവവിശ്വാസം. അപരന്റെ മനുഷ്യാവകാശത്തെ ഹനിക്കാത്തിടത്തോളം കാലം ആർക്കും അത് ഫോളോ ചെയ്യാം. എന്റെ വിശ്വാസം നീ പിന്തുടരണം, എന്റെ വിശ്വാസം പോലെ തന്നെ ആയിരിക്കണം നിന്റെ വിശ്വാസവും എന്ന് ഞാൻ ശഠിക്കാത്തിടത്തോളം കാലം നീ എൻ്റെ നല്ല സുഹൃത്ത് തന്നെയായിരിക്കും. അതല്ലാതെ എന്റെ വിശ്വാസം സ്വീകരിക്കാത്ത നീ എന്റെ ശത്രുവാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു സംഹിത എനിക്ക് ആവശ്യമില്ല. ഈ മതങ്ങളും ജാതികളും ദൈവങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനു മുമ്പ് സ്വർഗം പോലെയായി ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ചിരുന്നത്. അന്ന് പച്ചയായ മനുഷ്യനായിരുന്നു എല്ലാവരും. ഓരോ മനുഷ്യന്റെയും പരമപ്രധാനമായ ലക്ഷ്യം വിശപ്പടക്കുക, ജീവൻ നിലനിർത്തുക എന്നതു മാത്രമായിരുന്നു. അവിടെ കറുത്തവനില്ല, വെളുത്തവനില്ല, സമ്പന്നനില്ല, ദരിദ്രനില്ല, കമ്മിയില്ല, കൊങ്ങിയില്ല, സുഡാപ്പിയില്ല, സംഖിയില്ല, കൃസംഖിയില്ല. അന്ന് അരിയുള്ളവൻ അരി അടുത്തവന് കൊടുത്തിട്ട് അവന്റെ കയ്യിൽ നിന്ന് മീൻ വാങ്ങുന്ന ഒരു ബാർട്ടർ സമ്പ്രദായത്തെക്കുറിച്ച് ഹിസ്റ്ററി ക്ലാസ്സുകളിൽ നമ്മുടെ അധ്യാപകർ നമ്മളെ ഘോരം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മതങ്ങളുണ്ടായി. മതങ്ങൾക്ക് ദൈവങ്ങൾ ഉണ്ടാകണം. ഇപ്പൊ എനിക്ക് അപരനെ ഉപദ്രവിക്കാതിരിക്കാൻ ഒരു വാനലോക ദൈവത്തിന്റെ ആവശ്യമില്ല. ഒരു സൃഷ്ടാവ് ഇങ്ങനെ ഡിജിറ്റൽ ക്യാമറയുമായിട്ട് എന്നെ നോക്കിയിരിക്കുന്നു. ഞാൻ ചെയ്യുന്ന തെറ്റുകളും ശരികളും അയാൾ വിലയിരുത്തുന്നു. അതിന്റെ പേരിൽ നാളെ അയാൾ എന്നെ ചോദ്യം ചെയ്യും എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കരുത് ഞാൻ ഒരു കാര്യത്തെ തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നതും അതിൽ നിന്നും പിന്തിരിയുന്നതും. പക്ഷെ ചിലർക്ക് അങ്ങനെ ഒരു പോയിന്റ് ആവശ്യമാണ്, ഒരു സൂപ്പർസോണിക് പവർ ആവശ്യമാണ്. ആ ദൈവം നോക്കിയിരുന്നാൽ മാത്രമേ ഇവർക്ക് തെറ്റിൽ നിന്നും പിന്തിരിയാൻ സാധിക്കൂ. അങ്ങനെ മനുഷ്യനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ തളച്ചിടാൻ, അവനെ സദാചാര മൂല്യങ്ങൾക്ക് അനുസൃതമായി ജീവിക്കാൻ പ്രേരിപ്പിക്കാൻ ദൈവം അനിവാര്യമായി വന്നു. ആ ദൈവത്തെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കാൻ പുരോഹിതന്മാർ ആവശ്യമായി വന്നു. ആ പുരോഹിതന്മാർക്ക് പുസ്തകങ്ങൾ വേണം, നിയമക്കെട്ടുകൾ വേണം. അങ്ങനെ മനുഷ്യനെ പല തട്ടുകളിലായി, പല സംഘടനകളിലായി, ഓരോ വിഭാഗത്തിനു ഓരോ ദൈവത്തെ ഇവർ ഭാഗിച്ചു നൽകി. മനുഷ്യൻ പരസ്പരം ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കാൻ പോലും മതം ഒരു അനിവാര്യ ഘടകമായി വന്നു. വിശപ്പിനു വേണ്ടി ഓടേണ്ടതിന് പകരം മതത്തിനു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായി മനുഷ്യൻ ഇറങ്ങി. ദൈവവും മതവും മാത്രമായി മനുഷ്യന്റെ ചിന്ത. പിന്നീടാണ് പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്, രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ മുമ്പ് കണ്ടിരുന്ന മനുഷ്യർ ഇന്നില്ല. അവരൊക്കെ മതത്തിന്റെ കണ്ണട എടുത്തു വെച്ചിരിക്കുന്നു. എല്ലാം മതമയമായി മാറി. നമ്മള് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ പച്ചയായ മനുഷ്യരാണ്. വിശന്നാൽ കരയാൻ മാത്രം കഴിയുന്ന മനുഷ്യൻ. അവനെ ക്രിസ്ത്യാനിയെന്നും ഹിന്ദുവെന്നും മുസ്ലിം എന്നും ഒക്കെ പറഞ്ഞ് വേർതിരിക്കുന്നതിനു മുമ്പ് അവന് വിശപ്പ് മാത്രം തന്നെയായിരുന്നു അടിസ്ഥാന പ്രശ്നം. പിന്നീട് നമ്മുടെ മനസ്സുകളിൽ മനുഷ്യത്വത്തിന് പകരം മതങ്ങൾ കുടിയേറി. ആ മതങ്ങളെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി ആ മതദൈവങ്ങൾക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട് എന്ന് സങ്കല്പിച്ച് ആ മതത്തെയും മതദൈവത്തെയും വിജയിപ്പിക്കുന്നതിനു വേണ്ടി നമ്മൾ പരസ്പരം ആയുധമെടുക്കാൻ തുടങ്ങി. ആയുധങ്ങൾ ശേഖരിച്ചു. അത് ഫിസിക്കൽ ആയുധവുമാകാം, നാവുകൊണ്ടുള്ള പ്രയോഗവുമാകാം, അതല്ല എഴുതിയുമാകാം. അങ്ങനെ പലതരം പ്രതിരോധങ്ങളിലൂടെ നമ്മുടെ ആശയവും നമ്മുടെ മതങ്ങളും മാത്രമാണ് ശരി എന്ന് സ്ഥാപിക്കാൻ ഓരോ മതവിശ്വാസിയും വ്യഗ്രത പൂണ്ട് പുറത്തേക്കിറങ്ങി. അമ്പലങ്ങളിലും ചർച്ചുകളിലും
മസ്ജിദുകളിലുമൊക്കെ കെങ്കേമമായി ഓരോരോ മതങ്ങളെ സംബന്ധിച്ചും കെങ്കേമമായി വാഴ്ത്തിപ്പാടി തുടങ്ങി. അങ്ങനെ ആ മതങ്ങളെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങി യുദ്ധം ചെയ്തു തുടങ്ങി. ആയുധങ്ങൾ മതങ്ങൾക്കു നേരെ വലിച്ചെറിഞ്ഞ് സ്വന്തം സഹോദരങ്ങളെ പോലും കൊന്നൊടുക്കാൻ തയ്യാറായ ഒരു ജനസമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ മതത്തിന് കഴിഞ്ഞു. ഇതൊക്കെ കണ്ട് ആ ദൈവത്തിനു വേണ്ടി തെരുവിലിറങ്ങി കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായ ഒരു സമൂഹത്തെ നോക്കി ദൈവം പല്ലിളിച്ചു. ഒരിക്കലും ഞാനിവിടെ ഉണ്ടടാ എന്നൊരു സൈക്കിളിൽ വന്നു പോലും പറയാൻ ഈ ദൈവത്തിന് സാധിച്ചില്ല. മതങ്ങൾ ഉണ്ടാകുന്നതിന് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമി കിഴക്ക് ദിശയിൽ നിന്നും പടിഞ്ഞാറ് ദിശയിലേക്ക് ഇന്നത്തെ അതേ വേഗതയിലും കൃത്യതയിലും കറങ്ങിക്കൊണ്ടേയിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ജീവജാലങ്ങൾക്ക് ശ്വാസവും വായുവും വെള്ളവും ഭക്ഷണവും ഒക്കെ കിട്ടി. ഒരിക്കലും മതങ്ങളുടെ സൃഷ്ടിവൈഭവം കൊണ്ട് മനുഷ്യർക്കിടയിൽ അതിർവരമ്പുകളും പകയും സൃഷ്ടിക്കാനല്ലാതെ സ്നേഹമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഐക്യമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ക്ഷേത്രത്തില് നോമ്പുതുറ സംഘടിപ്പിക്കുന്നതല്ല യഥാർത്ഥ മതസൗഹാർദ്ദം. മനുഷ്യർ തമ്മിൽ സൗഹാർദ്ദപ്പെടട്ടെ. മതം പോലെ തന്നെ ഇന്ന് നമ്മൾ പറയാറില്ലേ, അവര് കുറച്ച് പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് വേണമെങ്കിൽ മതം അവര് തെരഞ്ഞെടുത്തോട്ടെ. അതേപോലെ തന്നെയാണ് രാഷ്ട്രീയവും ഇന്ന് മതമായി മാറിയിരിക്കുന്നു. നമ്മുടെ മക്കൾക്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി അവരുടെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. രാഷ്ട്രീയവും അവര് തെരഞ്ഞെടുക്കട്ടെ പ്രായപൂർത്തിയാകുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന്. മതങ്ങൾ കൊണ്ട് മനുഷ്യർക്കിടയിൽ കലാപങ്ങളല്ലാതെ വൈരങ്ങളല്ലാതെ കൊലപാതകങ്ങളല്ലാതെ സംഭവിച്ചിട്ടില്ല. പണിയെടുക്കാതെ ജീവിക്കാൻ മറ്റുള്ളവരുടെ മതപരമായ ലോല മൃദുല വികാരങ്ങളെ വികലമായി ബുദ്ധിപൂർവം ഉപയോഗിച്ച് ഗുണ്ടകൾ നടത്തുന്ന മതവും രാഷ്ട്രീയവും ഇന്ന് ഇടകലർന്നിട്ടുണ്ട്. ഇതൊന്നുമില്ലെങ്കിലും മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ ഈ ലോകത്ത് അവൻ അറിയുന്ന എന്തെങ്കിലും ഒരു തൊഴിലെടുത്ത് ജീവിക്കാൻ സാധിക്കും. ആർജവമില്ലാത്ത വിഡ്ഢികളാണ് മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പിന്നാലെ പോയി ജീവിതത്തിന്റെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കി കളയുന്നത്. ദൈവവും സ്വർഗവും പരലോകവും ഇതൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന ഭയം എന്ന വൈകാരികതയിൽ നിന്നും ഉടലെടുക്കുന്നതാണ്. മനുഷ്യൻ തന്റെ തന്നെ നിർമ്മിതമായ മതങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പ് സന്തോഷത്തിലാണ് ജീവിച്ചിരുന്നത്. അവർ സ്വതന്ത്രരായിരുന്നു. മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പൗരോഹിത്യത്തിന്റെയോ മതദൈവങ്ങളുടെയോ മതഗ്രന്ഥങ്ങളുടെയോ ഒന്നും ബന്ധനങ്ങളില്ലാതെ വിശന്നിരിക്കുമ്പോൾ എന്റെ അതേപോലെയുള്ള വിശക്കുമ്പോഴുള്ള വേദനയാണ് അപരനും എന്ന് ചിന്തിക്കാൻ അന്നവന് സാധിച്ചിരുന്നു. പക്ഷേ പിന്നീട് മനുഷ്യനിൽ നിന്നും മനുഷ്യത്വം ഇല്ലാതാകുകയും അവിടെ വിശന്നിരിക്കുന്നവൻ എന്റെ തന്നെ മതവിശ്വാസിയാണോ എന്ന് നോക്കേണ്ടുന്ന രൂപത്തിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു. വിദ്യാഭ്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വിദ്യാഭ്യാസത്തെ ആ വിദ്യയെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു അഭ്യാസവും കൂടി മനുഷ്യന് വേണം. സൃഷ്ടിക്ക് ശേഷം എത്രയോ ലക്ഷം വർഷങ്ങൾക്കു ശേഷമാണ് മതങ്ങൾ ജനിക്കുന്നത് എന്ന് തന്നെയാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യന് തമ്മിൽ ഇത്രയധികം വൈരമുണ്ടായിരുന്നില്ല. ഇനിയും എന്തിനാണ് ഒരു മതവിശ്വാസി തന്റെ മതവിശ്വാസം മറ്റവൻ സ്വീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അപരനെതിരെ ആയുധമെടുക്കേണ്ടുന്ന സാഹചര്യം എന്താണ്? കൊറോണയും പ്രളയവും ഒക്കെ വന്നു പോയില്ലേ നമ്മുടെ നാട്ടില്? എന്തേ അള്ളാഹുവിന് ഇത് സ്ഥാപിക്കണമെങ്കിൽ എന്റെ മതം മാത്രമാണ് ശരിയെന്ന് സ്ഥാപിച്ച് മറ്റെല്ലാ മതവിശ്വാസികളെയും അങ്ങ് ഇല്ലാതാക്കിയാ പോരായിരുന്നോ? തന്റെ മതവിശ്വാസികളെ മാത്രം തെരഞ്ഞു പിടിച്ച് രക്ഷിക്കുകയും മറ്റവരെയൊക്കെ ഏതെങ്കിലും രൂപത്തിലുള്ള മാറാരോഗത്തിൽ അകപ്പെടുത്തുകയും ചെയ്യാൻ തക്കവണ്ണം അള്ളാഹു കഴിവുള്ളവനാണെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? ദുർബലനാണ് എന്ന് തനിക്ക് നന്നായി അറിയാവുന്ന മനുഷ്യനെ തന്നെ എന്തിനാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്? അള്ളാഹുവോളം എന്തായിരുന്നാലും നമ്മൾ എത്തില്ല. സൃഷ്ടിക്കാനും സംഹരിക്കാനും ഒക്കെ ഉള്ള ദൗത്യം എന്തിനു മനുഷ്യന്റെ കയ്യിൽ ആയുധം വെച്ചു കൊടുത്തിട്ട് മനുഷ്യനെ ഏൽപ്പിക്കുന്നു അള്ളാഹു. അതുകൊണ്ടാണ് ഈ സൃഷ്ടാവിന് ചോരയാണ് താല്പര്യം. രക്തക്കൊതിയനായ ഒരു അള്ളാഹുവിനെയാണ്
നമുക്ക് ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത്. ഇനി ഒരു ജനസമൂഹം യുദ്ധത്തിന് പോയിട്ടില്ലെങ്കിൽ, പോടാ യുദ്ധത്തിന് നീ പോയിട്ടില്ലെങ്കിൽ, നിന്നെ നശിപ്പിച്ച്, നിന്റെ സമുദായത്തെ നശിപ്പിച്ച് തത്തുല്യമായി യുദ്ധത്തിന് പോകാൻ താല്പര്യമുള്ള ചോരക്കൊതിയുള്ള ഒരു സമുദായത്തെ ഞാൻ വാർത്തെടുക്കുമെന്ന് പഠിപ്പിക്കുന്ന, യുദ്ധം ചെയ്യാൻ പോയിട്ടില്ലെങ്കിൽ അവനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു അള്ളാഹുവിനെ നമുക്ക് ഖുർആനിൽ കാണാം. നമുക്കറിയാം ഏത് പ്രവാചകനാണ് സദാചാരം സമൂഹത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഉമ്മയെ വ്യഭിചരിച്ചാലും ശരി, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചാൽ മതി, അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കുമെന്ന് പഠിപ്പിക്കുന്ന തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹ, നിങ്ങൾ അള്ളാഹുവിനോട് നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചാൽ മതി, തൗബ ചെയ്താൽ മതി, പശ്ചാത്തപിച്ചാൽ മതി എന്ന് പഠിപ്പിക്കുമ്പോൾ ഉമ്മയെ വ്യഭിചരിക്കുന്നത് എവിടെ നിൽക്കുന്നു എന്നും അള്ളാഹുവെ പുറത്തു തരണേ എന്ന വാക്ക് എവിടെ നിൽക്കുന്നെന്നും ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു മനുഷ്യൻ ഖുർആനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇസ്ലാമിലാണ് അവൻ വിശ്വസിക്കുന്നതെങ്കിൽ, എന്ത് തെറ്റ് ചെയ്താലും ശരി അള്ളാഹുവെ നീ പൊറുക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. സ്വന്തം മകളുമായി മുഹമ്മദ് നബി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഞാനല്ല, ഇസ്ലാമിന്റെ ചരിത്ര പുസ്തകങ്ങളാണ്. ഇസ്ലാമിക സമ്പൂർണ്ണ ചരിത്രം ആമിന ബുക്ക് സ്റ്റാൾ തൃശ്ശൂർ പുറത്തിറക്കുന്ന പുസ്തകം ഒന്ന് വായിക്കുക. പ്രായപൂർത്തിയായ മകൾ ഫാത്തിമയെ പരസ്യമായി പോലും നബി ഗാഠമായി ചുംബിക്കാറുണ്ടായിരുന്നു എന്നും, ഇത് കണ്ട ആയിഷയും മറ്റു ഭാര്യമാരും നബിയെ ചോദ്യം ചെയ്തപ്പോൾ അവളെ ചുംബിക്കുമ്പോൾ സ്വർഗത്തിലെ മധു നുകരുവാൻ കഴിയുന്നുണ്ട് എന്ന് നബി പറഞ്ഞതായും ചരിത്ര രേഖകളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് വായിക്കുക. KV സയ്യിദ് മുഹമ്മദ് എഴുതിയ സന്മാർഗവും സാമൂഹ്യ നീതിയും ഇസ്ലാമിൽ. അപ്പോ ഇങ്ങനെ ഇസ്ലാമിക ചരിത്രങ്ങളാണ് നമ്മൾക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്. നമ്മൾ എന്തു വിശ്വസിക്കണം? ഈ രൂപത്തിലാണ് മതങ്ങൾ സദാചാരം പഠിപ്പിക്കുന്നതെങ്കിൽ അത് പഠിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ഈ സമൂഹത്തോട് എന്ത് രൂപത്തിലുള്ള സദാചാര മൂല്യങ്ങളാണ് സ്പ്രെഡ് ചെയ്യേണ്ടത്? ഇപ്പോ ഈ ലോകത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത സൃഷ്ടാവ് സ്വർഗത്തിൽ ഒരു വാഴക്കയും ചെയ്യില്ല എന്ന് ജോർജ് കുളങ്ങര പറഞ്ഞതിനെ ഉസ്താദ് വളരെ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് കേൾക്കാം. ഇല്ലാത്തൊരു ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്ക ചെയ്യാൻ പറ്റുന്നത്? അതെ അതെ അതെ, ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം ഇനി സ്വർഗത്തിൽ ചെന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ചോദ്യം വളരെ പ്രസക്തമാണ്. കോടിക്കണക്കിന് ആളുകൾ കണ്ട ഒരു വീഡിയോ ആണ് ബഹുമാനപ്പെട്ട സന്തോഷ്. അതൊക്കെ പലർക്കും വളരെ ആസ്വാദകരമായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മതം പലപ്പോഴും നമ്മുടെ അധാർമികമായ ജീവിതത്തിന് വലിയ വിലങ്ങ് തരികയാണ്. മനുഷ്യൻ അവന് സ്വയസിദ്ധമായി ആഗ്രഹങ്ങൾ. അതിന് മതങ്ങൾ ഉണ്ടാകുന്നതിനു മുമ്പ് മനുഷ്യൻ ധാർമ്മികമായി തന്നെയാണ് ജീവിച്ചിരുന്നത്. ഇപ്പൊ മുഹമ്മദ് നബി പഠിപ്പിക്കുന്ന സദാചാരം എന്താണെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ടല്ലോ. ഈ 1400 കൊല്ലങ്ങൾക്കു മുമ്പും മനുഷ്യനുണ്ടായിട്ടുണ്ട്. അവൻ സ്വസ്ഥമായും സന്തോഷമായും സാമൂഹിക സദാചാര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ജീവിച്ചിരുന്നത്. മതമാണ് സദാചാരം ഉണ്ടാക്കിയത് എന്നൊന്നും പറഞ്ഞ് ഞങ്ങളെ അങ്ങ് തെറ്റിദ്ധരിപ്പിച്ചേക്കല്ലേ ഉസ്താദെ. വിഭജിക്കാൻ ആഗ്രഹം ഉണ്ടാകും, കള്ളുപിടിക്കാൻ ആഗ്രഹം ഉണ്ടാകും, അങ്ങനെ പലതരത്തിലുള്ള കൂത്താട്ടത്തിന് ആഗ്രഹം ഉണ്ടാകും. അതിനെപ്പോഴും മതം. അങ്ങനെയാണെങ്കിൽ മതം ഒരിക്കലും പെണ്ണുപിടിക്കും കള്ളുകുടിക്കും തടസ്സമല്ല ഉസ്താദെ. പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ എടുക്ക്, ഹദീസുകൾ എടുക്ക്. ഒരിക്കൽ MM അക്ബർ തന്നെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, ലക്ഷദ്വീപിൽ ചെന്നപ്പോൾ പ്രവാചകൻ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഞാനും കള്ളു കുടിച്ചു. പ്രവാചകൻ വ്യഭിചരിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ പറ്റുമോ? പെണ്ണ് പിടിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ പറ്റുമോ? ഇതൊക്കെ നമ്മുടെ മതഗ്രന്ഥങ്ങളിലുണ്ട്. 33-ാം അധ്യായമായ സൂറത്തുൽ അഹ്സാബിന്റെ 51ഉം 52ഉം എടുത്ത് വായിക്കുക. 50 എടുത്ത് വായിക്കുക, നിങ്ങൾക്ക് മനസ്സിലാകും. 52-ൽ അള്ളാഹു പറയുന്നു, പ്രവാചകരെ ഇനി താങ്കൾ വിവാഹം കഴിക്കരുത്. എന്താ കാരണം? മറ്റുള്ള സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ നിങ്ങൾ ആകൃഷ്ടനായാലും ശരി, ഇനി നിങ്ങൾ കെട്ടണ്ട. 50-ൽ പറയുന്നു അള്ളാഹു, പാപ്പയുടെ സഹോദരങ്ങളുടെ മക്കളെ, ഉമ്മയുടെ സഹോദരങ്ങളുടെ മക്കളെ, ആരാന്റെ മക്കള് സ്വയം നിങ്ങളോട് വന്നാൽ എല്ലാ പെണ്ണുങ്ങളെയും നിങ്ങൾക്ക് അനുവദിച്ചു നൽകിയിരിക്കുന്നു. എണ്ണമറ്റ ലൈംഗിക അടിമകളെയും നിങ്ങൾക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ. കാരണം പെണ്ണുങ്ങളില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പോകും. അപ്പോൾ പെണ്ണുപിടിയും കള്ളുകുടിയും ഒക്കെ മതത്തിലുണ്ട് ഉസ്താദെ. മതം അതിനൊന്നും തടസ്സമല്ല. അതേസമയത്ത് നമ്മുടെ സന്തോഷ് സാറ് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ രജിസ്ട്രേറ്റ് വേണം, ആളുകൾക്ക് സെക്സ് ചെയ്യാൻ തോന്നുമ്പോൾ സ്വതന്ത്രമായി ലൈംഗിക കൈവരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വേശ്യാലയങ്ങൾ ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ മതം ഒരു തടസ്സമാകുമ്പോൾ സ്വാഭാവികമായി മതവിശ്വാസത്തെ, ദൈവത്തേക്ക് കുറ്റം പറയൽ സ്വാഭാവികമാണ്. അല്ല, ഇതിനൊന്നും മതം തടസ്സമല്ല. പ്രവാചകൻ ഇഷ്ടംപോലെ ഭാര്യമാരും എണ്ണമറ്റ ലൈംഗിക അടിമകൾ, യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കളുണ്ടല്ലോ, അതിൽ സ്ത്രീകളെയൊക്കെ എണ്ണമറ്റ് കൊണ്ടു നടന്നിട്ടില്ലേ? പിന്നെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് പ്രവാചകൻ ആഗ്രഹം തോന്നിയാൽ
അവളുടെ അവള് ഭർത്തൃമതിയാണെങ്കിൽ ഭർത്താവ് അവളെ ഒഴിവാക്കുന്നതാണ് അവൾക്ക് നല്ലത് എന്നല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഉസ്താദുമാർ അങ്ങനെയൊക്കെ പ്രഭാഷണങ്ങൾ നടത്തി നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു പെണ്ണിൽ പ്രവാചകൻ ആഗ്രഹം തോന്നിയാൽ പിന്നീട് ആ പെണ്ണ് പ്രവാചകനുള്ളതാണ്. ഇത് പഠിപ്പിക്കുന്നത് എന്ത് തരത്തിലുള്ള സദാചാരമാണ് ഈ കാലഘട്ടത്തില്? പറഞ്ഞതിലേക്ക് നമുക്ക് വരാം. ദൈവം ഭൂമിയിൽ എന്ത് ചെയ്യുന്നു, എന്ത് ഇടപെടൽ നടത്തുന്നു, ഈ ചോദിക്കുന്ന ഈ സാക്ഷാൽ നമ്മുടെ മുമ്പിരിക്കുന്ന ഈ ബഹുമാനപ്പെട്ട സഹോദരൻ സന്തോഷ് സാർ നമുക്ക് വളരെ ബഹുമാനമുള്ള ഒരു മനുഷ്യനാണ്. കാരണം ലോകത്തോട് ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ച് അവിടെയുള്ള ജീവിതാനുഭവങ്ങൾ നേർക്കാഴ്ച നമ്മുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തോട് അതിരറ്റ ബഹുമാനവും സ്നേഹമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതിനോട് നമുക്ക് വിയോജിക്കാനേ തരവുള്ളൂ. കാരണം ഇനിയിപ്പം ഞാൻ അതിന്റെ ന്യായങ്ങൾ പറയാം. ഭൂമിയിൽ ഒന്നും ചെയ്യാനില്ലാത്ത ദൈവം സന്തോഷ് സാർ ജനിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരെ ഒരു പ്രത്യുൽപാദനത്തിന് വേണ്ടി അവയെ തയ്യാറെടുക്കുമ്പോൾ ഒരു പുരുഷനിൽ, ഇപ്പൊ സന്തോഷ് സാറിന്റെ പിതാവിനെ മാത്രമല്ല എല്ലാവരുടെയും കാര്യം പറയും, ഒരു പുരുഷനിൽ നിന്ന് നിർഗളിക്കുന്ന ബീജം അത് 3 ml ആണ് നമുക്കറിയാം. ആ 1 ml തന്നെ കോടിക്കണക്കിന് വരുന്ന അണുക്കളുണ്ട്. ഒരു മനുഷ്യൻ ഓരോ അണുവും മനുഷ്യനെ സൃഷ്ടിക്കാൻ മാത്രം പ്രാപ്തിയുള്ളതാണ്. ഓരോ അത് നമ്മുടെ മാതാവിന്റെ അണ്ടവുമായി സഞ്ചരിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു സഞ്ചാരമുണ്ട്. കോടിക്കണക്കിന് വരുന്ന അണുക്കൾ ഗർഭാശയത്തിന്റെ ഭിത്തിയെ ലക്ഷ്യമാക്കി സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒന്ന് മാത്രമാണ് ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ പറ്റിപ്പിടിക്കുകയും ബാക്കിയെല്ലാം തോറ്റുകയും ചെയ്യാണ്. അപ്പൊ നമ്മളോടൊപ്പം സഞ്ചരിച്ച നമ്മുടെ സഹോദരങ്ങളായി കോടിക്കണക്കിന് വരുന്ന അണുക്കൾ അവകളെല്ലാം തോപ്പിച്ചാണ് നമ്മൾ ആദ്യം എത്തുകയും പിന്നീട് ഈ ഇരുന്ന് സംസാരിക്കുന്ന അങ്ങും ഈ ഞാനും ഒക്കെ ആയി മാറിയത്. എന്തുകൊണ്ടായിരിക്കും നമ്മളോടൊപ്പം സഞ്ചരിച്ചവർക്ക് ആ ഭാഗ്യം ഉണ്ടാകാതിരുന്നത്? അവർ ഓരോരുത്തരും മനുഷ്യനായി ഭൂമിയിൽ പറക്കേണ്ടതല്ലേ? ഇനിയിപ്പോ സന്തോഷ ഒന്നാമത്തെ കാര്യം, ഇത്തരം പൊട്ട ശാസ്ത്രങ്ങൾ പറഞ്ഞാണ് ഇവര് പലപ്പോഴും മുസ്ലിം യുവ നിരയുടെ വൈകാരികതകളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്. ഇപ്പം ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നുണ്ട്, സ്വയംഭോഗം ചെയ്യുന്ന പുരുഷന്മാർ പിന്നീട് പരലോകത്തിൽ എത്തുമ്പോൾ ഈ തുള്ളിത്തെറിക്കുന്ന കണങ്ങളെല്ലാം വാപ്പാ വാപ്പാ എന്ന് വിളിച്ചുകൊണ്ട് വരുമത്രേ പരലോകത്തിലല്ല. ബീജം മാത്രമുണ്ടെങ്കിൽ കുട്ടിയുണ്ടാകുമോ? ഇത്തരം പൊട്ട ശാസ്ത്രങ്ങളാണ് ഇസ്ലാമിലുള്ളത് എന്ന് നിങ്ങളുടെ നാവുകളിലൂടെയെങ്കിലും അള്ളാഹു അറിയട്ടെ, അല്ല ജനങ്ങൾ അറിയട്ടെ. ഇവിടെ ഈ ലോകത്ത് മനുഷ്യൻ ഈ ദൈവമാണ്, ഈ അള്ളാഹുവാണ്, ഈ പടച്ചോനാണ്, ഈ സൃഷ്ടാവാണ് ശരി എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച് പരസ്പരം രക്തം ചിന്തുവാണ്. അവന്റെ കഴുത്തറുക്കുവാണ് ഐസിസുകാർ ചെയ്യുന്നതും, ബൊക്കോ ഹറാം ചെയ്യുന്നതും, നൈജീരിയക്കാരെ തട്ടിക്കൊണ്ടുപോയി കഴുത്തറുക്കുന്നതും, ബലാത്സംഗം ചെയ്യുന്നതും എല്ലാം നമ്മൾ കാണുന്നു. എന്തിനാണ്? വിശ്വാസത്തിന്റെ പേരിലാണ്. ഇസ്രായേലിനെ കൊണ്ടുപോയി ഹമാസ് തീവ്രവാദികൾ കഴുത്തറുക്കുന്നതും ബലാത്സംഗം ചെയ്യുന്നതും ബന്ധികളായി വിലപേശുന്നതും മതത്തിന്റെ പേരിലാണ്. എന്തേ ഈ അള്ളാഹുവിന് എന്റെ മതം എന്നെ ശരിയാണെന്ന് സ്ഥാപിക്കാനാണല്ലോ മനുഷ്യൻ ഇങ്ങനെ കൊല്ലുന്നത്? വേണ്ട, ഒരു നിമിഷം ഒന്ന് ശ്രമിച്ചാ പോരെ? എന്തേ ശ്രമിക്കാൻ കഴിയാതെ പോകുന്നത്? ഇത്തരം മൂഢവിശ്വാസങ്ങൾ നിങ്ങൾക്ക് പരസ്പരം പറഞ്ഞ് ആശ്വസിക്കാമെന്നുള്ളതല്ലാതെ തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും ഉള്ളവർ അംഗീകരിക്കില്ല. ഈ ലോകത്തു മനുഷ്യൻ കടന്ന് മരണവെപ്രാളം എടുക്കുമ്പോൾ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, സംരക്ഷിക്കാൻ ആളില്ലാതെ, മരുന്നില്ലാതെ പല രൂപത്തിലും മരണപ്പെടുമ്പോൾ അവരെ സഹായിക്കാൻ ആ സാഹചര്യത്തിൽ സാധിക്കാതെ ചത്തു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ മന്തി ബിരിയാണി തരാം, സുന്ദരികളായ ഹൂറികളെ തരാം എന്ന് പറയുമ്പോൾ വിശ്വസിക്കത്തക്ക രൂപത്തിൽ മൂഢന്മാരല്ല എല്ലാവരും. മൂഢന്മാരുണ്ടാകും, അവരെ നിങ്ങൾക്ക് കബളിപ്പിക്കാം, നിങ്ങൾക്ക് അവരുടെ മതവിശ്വാസം ചൂഷണം ചെയ്യാം, അതിനൊന്നും ഒരു വിരോധവുമില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചിന്തിക്കുന്ന ഒരു ജനസമൂഹത്തെ പിന്തിരിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. നന്ദി.